ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിഫ്റ്റിയുടെ സ്ട്രൈക്ക് ലെവൽസ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് 24,000 മുതൽ 24,400 വരെയുള്ള ലെവൽസാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ലെവൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന നേരം വെയിറ്റ് ചെയ്യണം. അത് നമ്മൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ATM സ്ട്രൈക്ക് ആണ്. അപ്പോൾ പ്രീ മാർക്കറ്റ് 9:07 ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു 9:55 ആകുമ്പോൾ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റി ക്ലോസ് ചെയ്ത് 24,196 ലെവലാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ എടുക്കേണ്ട സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24,200. അതുപോലെ നമ്മളിപ്പോൾ പുട്ട് ഓപ്ഷനാണെങ്കിൽ 24,200 സെലക്ട് ചെയ്യാം. അതുപോലെ 24,250 സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്കുകളും സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് ആ സ്ട്രൈക്കുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 24,200 പുട്ട് ഓപ്ഷൻ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ആ ലെവൽസ് ആണ്. ആ ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ 24,200 പുട്ട് ഓപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് 195.40 185.95 ആണ്. ആ ലെവൽസ് കൂടെ മാർക്ക് ചെയ്യാം. 195.40 അതുപോലെ തന്നെ 185.95. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെവൽസിൽ, അതായത് ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ മോളാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടുന്ന് ബൈയിലേക്ക് പോവാം. അതല്ല ഈ ഒരു ലെവൽ താഴത്തെ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ സെല്ലിലേക്ക് പോകാം. നമ്മൾ ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലിങ് നോക്കണ്ട, ബൈയിങ് മാത്രമാണെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ലെവലിന് മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം 9:15 ക്യാൻഡിൽ ആ ലെവൽസിൽ ടച്ച് ചെയ്തു, പക്ഷേ അത് റെഡ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് അത് സെലക്ട് ചെയ്യേണ്ട അടുത്ത ക്യാൻഡിൽ നോക്കാം. അപ്പോൾ അടുത്ത ക്യാൻഡിലും ടച്ച് ചെയ്തു, അതിനുശേഷം നല്ല രീതിയിൽ ഗ്രീൻ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ബൈ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നല്ലെങ്കിൽ ഈ ലെവൽസിൻ്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം, അതല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ സിംഗിൾ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഇടാം. ഓക്കെ, അതിൽ നമുക്ക് 1:1 1:2 റിസ്ക് റിവാർഡ് വയ്ക്കാവുന്നതാണ്. ഇനി 24,200 തന്നെ കോൾ ഓപ്ഷൻ നോക്കാം. $104.60 97.70 ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരായിരുന്നു. നമുക്ക് 9:20 ആയപ്പോൾ നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി കിട്ടി, പക്ഷേ കോൾ ഓപ്ഷനിൽ എൻട്രി വന്നിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി വന്നിരുന്നു, ഈ ഒരു എൻട്രി വന്നിരുന്നു, പക്ഷേ തൊട്ട് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. അതായത് 10:20 നമുക്ക് എൻട്രി കിട്ടിയത്, നമുക്കത് 10:30 അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പിന്നെ ഇവിടെയാണ് നമുക്ക് വീണ്ടും ഒരു എൻട്രി വന്നത്. ആ ഒരു എൻട്രി അത്യാവശ്യം പോയിൻറ്റ്സ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് 109 നിന്ന് 134 ലെവലിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വീണ്ടും എൻട്രി വന്നിരുന്നു, അതിവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു എൻട്രി വന്നിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും വരാറുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും എൻട്രി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നമ്മൾ എടുക്കേണ്ടത് പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24,250 ആണ്. അത് ഇൻ ദ മണി ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതിൽ ലെവൽസ് മാർക്ക് ചെയ്യാം. 224.65 218.70 അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, 9:20 അത് നമ്മുടെ ടച്ച് ചെയ്ത് നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കത് ബൈ എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലെവൽസിന് തൊട്ട് താഴെയോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സിംഗിളോ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് വയ്ക്കാം സ്റ്റോപ്പ് ലോസ്. ഓക്കെ, നല്ല രീതിയിൽ കയറിപ്പോയി. അതുകൊണ്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് കണ്ടോ ഈ ലെവലിൽ ടച്ച് ചെയ്തു, വീണ്ടും ആ ഒരു സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി. കണ്ടോ, ആ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിരുന്നു. കണ്ടോ, 2 തവണ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിപ്പോവാണ് ചെയ്തത്.
ഇനി നമ്മൾ കോൾ ഓപ്ഷനിൽ വരാണെങ്കിൽ നമ്മൾ 150 സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 150 സ്ട്രൈക്കാണ് ഇൻ ദ മണി വരുന്നത്. അപ്പോൾ നമ്മൾ 150 സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ലെവൽസ് എന്ന് പറയുന്നത് 137.95 137.95, 136.95. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെയും 10 മണിക്ക് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് കൂടെ ഹിറ്റ് ചെയ്തിരുന്നു. തൊട്ട് താഴെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഒരു എൻട്രി കിട്ടിയത് ഇവിടെയാണ്. ഓക്കെ, ആ എൻട്രിയും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 2 സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് 150 കോൾ ഓപ്ഷനിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് മാർക്കറ്റ് അതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബൈ എടുക്കാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഇവിടെ ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലെവൽസിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സ്റ്റോപ്പ് ലോസ് കാണാം. അതല്ലെങ്കിൽ ആ മുമ്പത്തെ ക്യാൻഡലിൻ്റെ ആ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകാൻ മതി. ഓക്കെ, അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൈ എടുക്കാം. ആ ഒരു ക്യാൻഡലിൻ്റെ ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ആണ്. അത് തൊട്ട് താഴെ വന്നിരിക്കുന്ന സിംഗ് ലോയോ അല്ലെങ്കിൽ മുമ്പത്തെ ക്യാൻഡലിൻ്റെ ലോയ്ക്കോ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കോൾ ഓപ്ഷനിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. എന്നാൽ പുട്ട് ഓപ്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ആക്റ്റീവ് ആയിരുന്നത് പുട്ട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് 9:20 തന്നെ പുട്ട് ഓപ്ഷൻസ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലെവൽസ് ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൾട്ടി വിൻഡോ ആക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് മൾട്ടി വിൻഡോ ആക്കാം. എന്നിട്ട് അതിലും നമുക്ക് ഓരോ സ്ട്രൈക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൾട്ടി സ്ക്രീൻ ആക്കിയിട്ട് ഏതിനാണ് ഫസ്റ്റ് ആക്റ്റീവ് ആവുന്നത് അത് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം കുറച്ച് ദിവസം ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലെവൽസ് മാർക്ക് ചെയ്യാം. അതിനുശേഷം 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ ബൈ എടുക്കാം. പിന്നെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മളിതിൽ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഒരു റെസിസ്റ്റൻസ് അതുപോലെ സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ ക്യാൻഡിലായിരിക്കണം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ബൈയിലേക്ക് പോവുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ക്ലോസിങ്ങിൽ തന്നെ ബൈ എടുക്കാവുന്നതാണ്. ഈ ക്ലോസിങ്ങിൽ ബൈ എടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വരാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് വന്ന് തിരിച്ച് കയറുമ്പോഴും ബൈ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് തൊട്ട് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. അതിൽ മുമ്പ് ഏതെങ്കിലും സിംഗ് ലോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിംഗ് ലോയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. അപ്പോൾ ഇത് സെയിം തന്നെയാണ് ഇനി നമ്മൾ സെൽ കേസ് വരാണെങ്കിലും. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവൽസിന് താഴെ റെഡ് ക്യാൻഡിലാണ് വരാണെങ്കിൽ നമുക്കൊന്ന് സെല്ല് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഇവിടെ ഒരു ബൈ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കിവിടെ താഴെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലും നമുക്കവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് മാത്രമാണ്. പിന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് നമ്മളൊരു കൺഫർമേഷൻ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യാനൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലും നമ്മളിത് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ചാർട്ട് ഓപ്പൺ ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്ത് ആ ഒരു ബ്രേക്കൗട്ടും 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ തോന്നി മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.